ഹായ്, ഇതും ദുബായിൽ വെച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഒരു ബോട്ടിൽ പോയ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാർട്സാണ് കേട്ടോ. അത് സെയിം അല്ല, വേറെയാണ്. നമ്മൾ ബോട്ടിലിരുന്ന സമയത്ത് ഒരു മനുഷ്യനിങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കണ്ടിന്യൂസ് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു എൻജോയിങ് മൂമെൻ്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെ ലൈറ്റ് മാറി വരുന്നതും പുള്ളിക്കാരൻ അതിൻ്റെ അത് ഊരി എറിയുന്നതും. അന്നേരം പുള്ളി ഒരു സമയം പോലും നിൽക്കണില്ല. പുള്ളി ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആക്ച്വലി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതും രണ്ടും കൂടെ ഇതാകുമ്പോൾ നല്ല നല്ല രസമാണ്. നല്ല എൻജോയിങ് മൂമെൻറ്റ്സ് ആയിരുന്നു. നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂടെ സൈഡ് വ്യൂ നല്ല ലൈറ്റില്ലേ, ഈവനിങ് ടൈമായിരുന്നു. ഒരു 8-9 ആ ഒരു സമയമായിരുന്നു. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഹോളിഡേ ടൈം ആയിരുന്നതുകൊണ്ട്, നമ്മുടെ ഹജ്ജിൻ്റെ ഹോളിഡേ ടൈം ആയിരുന്നതുകൊണ്ട് കുറച്ച് നല്ല തിരക്കായിരുന്നു. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് പോകാം എന്ന് വിചാരിച്ചു. കാരണം മോളെയും കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ബോട്ടിലൊന്ന് കയറി പറ്റാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. അത്ര ലൈനായിരുന്നു. ഹോളിഡേ ആയതുകൊണ്ടാണ്. പിന്നെ എനിവേ അവിടെ ഫുഡുണ്ടായിരുന്നു. ഫുഡും ഒക്കെ കഴിച്ചു. കുറച്ച് ഒരു എൻജോയ്മെൻറ്റ്, നല്ല രസമുണ്ടായിരുന്നു. മലയാളി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനികളും അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ പോയി. അടുത്തുകളെല്ലാം വേറെ വേറെ ബോട്ടുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ബോട്ടുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. മോൾക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും മോൾക്കൊന്നും തോന്നിയില്ല. ആക്ച്വലി ആ തിരക്ക് വന്നപ്പോഴത്തേനും എല്ലാവരും അങ്ങ് ഡൗൺ ആയിപ്പോയി. ഹസ്ബൻഡ് പറഞ്ഞു പോയേക്കാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പോയേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിവേ നമ്മൾ വന്നതല്ലേ. അങ്ങനെ പിന്നെ നമുക്ക് ബുർജ് ഖലീഫയൊക്കെ നമുക്കിങ്ങനെ കാണാം, അടുത്തുകൂടി ഇങ്ങനെ കാണാം. അതുപോലെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു 2 മണിക്കൂർ ഇല്ലായിരുന്നു. ആക്ച്വലി 2 മണിക്കൂറാണ്. പിന്നെ ഈ ഹോളിഡേ ടൈം ആയതുകൊണ്ട് 2 മണിക്കൂർ നമുക്ക് കിട്ടിയില്ല. ഫുള്ള് ഒരു 1.5 hours കിട്ടി. കുറച്ച് നേരം അതിലിരുന്ന് പോയി, ഫുഡ് കഴിച്ചു. ഇങ്ങനൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ തിരിച്ചു പോയി. പക്ഷേ അതിന് കയറുന്നതിന് മുമ്പുള്ള ടയറിങ് വല്ലതായിപ്പോയി. അത്രയേ ഉള്ളായിരുന്നു. എനിവേ അടിച്ചു പൊളിച്ചു. ഭയങ്കര തിരക്കായിരുന്നു.